അണ്ണാ ഇതെന്നാ ഇപ്പോൾ തയ്യാർ പண்றേ നിങ്ങൾ? ചിക്കൻ ചില്ലി കേട്ടോ. അതായത് ചിക്കൻ ബിരിയാണി പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ചിക്കൻ ചില്ലി. അതാണ് ചിക്കൻ ഐറ്റം അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അമ്രാൻ ഹോട്ടൽ ചിക്കൻ ഐറ്റം മാത്രം. അവർ ചിക്കൻ സ്പെഷ്യലിസ്റ്റാണ് ഇവർ ഈ ഹോട്ടലുകാർ. അപ്പോൾ ചിക്കൻ ചില്ലി, ചിക്കൻ ബിരിയാണി അതാണിപ്പോൾ നമ്മളെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഇങ്ങനെ. അതിങ്ങനെ അനുസ്യൂതമായിട്ട് ഈ ചൂടോടെയാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നവർ. ചൂടോടെ ബിരിയാണീൻ്റെ കൂടെ ചിക്കൻ ചില്ലി സെർവ് ചെയ്യും. ഓക്കെ, ഇമ്രാൻ ചിക്കൻ ബിരിയാണി സെൻറ്റർ. ഈ റോഡ് പേര് വളയങ്കാട് ഇമ്രാൻ ചിക്കൻ ബിരിയാണി സെൻറ്റർ. അപ്പോൾ വളയങ്കാട് റോഡാണ്. നമ്മളിപ്പോൾ തിരുപ്പൂർ വളയങ്കാട് റോഡിന് മുന്നിൽ ഇമ്രാൻ ചിക്കൻ ബിരിയാണി സെൻറ്ററിലാണ് ഉള്ളത്. പറഞ്ഞല്ലോ നേരത്തെ, ചിക്കൻ ബിരിയാണി സ്പെഷ്യലാണ് ഇവിടെ ഉള്ളത്. ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ, കൂടെ ചിക്കൻ ചില്ലിയും ഉണ്ടാവും. പിന്നെ ചിക്കൻ ലെഗ് പീസ് പൊരിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. ഇമ്രാൻ ആരാ? ഇവരെന്ന ഇതിക്ക് ഉരിമയാളർ തന്നെ. അവർ ആര്? ഇവരാ? ഇവരുതാ இதுக்கு உரிமையாளர் இம்ரான் சிக்கன் பிரியாணி சென்டர். எவ்வளோ வருஷம் ஆச்சுங்க? അത് 10 വർഷം ആச்சு. 10 വർഷമാണ് ഇവിടെയുണ്ട് ഈ സംഗതി. വളരെ ഈ ഉച്ചക്കത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാം. വളരെയേറെ തിരക്ക് പിടിച്ച ഒരു സെൻ്ററാണ്. വെറുതെ ഇരിക്കുന്നതല്ല, അവർ വളരെ തിരക്ക് പിടിച്ച ഒരു ഹോട്ടലാണ് ഇമ്രാൻ ചിക്കൻ ബിരിയാണി സെൻറ്റർ. ഓക്കെ, ഇപ്പോൾ ഒരു പാർസലായിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഒരു പാർസലാണ് എടുക്കുന്നത് അവർ. ഒരു ചിക്കൻ ബിരിയാണി എவ்வளோ? KG കണക്ക്. ഇവിടെ പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു ചിക്കനല്ല, ഹാഫ് ചിക്കൻ ഒന്നുമല്ല. ഇവിടെ കിലോ ആണ്. ഹാഫ് KG, 1 KG. ഹാഫ് KG എന്ന് പറഞ്ഞാൽ എത്ര ഇരിക്കും? എത്ര പേർക്ക് സാപ്പിടുള്ള ഹാഫ് KG? ഒരാൾക്ക് മട്ടുന്നോ തൃപ്തിയാ. ഒരാൾക്ക് നല്ല ഒരു ഫുൾ ബിരിയാണി മാത്രമേ ഇരിക്കും. നല്ല ഒരാൾക്ക് ചിക്കൻ ബിരിയാണി സാപ്പിടും. ഹാഫ് കിലോ എவ்வளோ சொன்னீங்க? 90 റുപ്പീസ്. അല്ല കണക്ക് തന്നെ. ഹാഫ് കിലോ 90 റുപ്പീസ്. നമ്മൾ ചുരുങ്ങിയത് ഒരു 130 കൊടുക്കണം. ഈ ഇവിടെ 90 കൊടുക്കുന്നത് 130 കൊടുക്കണം. ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ വളരെയേറെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഗ്രേവി ഉണ്ട്. ഇമ്രാൻ. ഓക്കെ, കറി ചിക്കൻ. ഇത് ചിക്കൻ ഉണ്ട് അതിൽ ഇருக்கு. ചിക്കൻ കറിയും தான் சொல்லும். അത് ഈ ബിരിയാണി കൂടെ കൊടുക്കും തനിയാ. തനിയാ ബിരിയാണി കൂടെ ചിക്കൻ ബിരിയാണി. അണ്ണേ எப்படி பிரியாணி இருக்கும்? சூப்பரா. எப்போவுமே நீங்கள் இங்கே வந்து சாப்பிடுவீங்க? எப்படி? ഓക്കെ, താങ്ക് യു. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോഴും അറിഞ്ഞത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ലതായതുകൊണ്ടാണല്ലോ ആളുകൾ ഇങ്ങോട്ട് കഴിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വരും. അതാണ്. ഒരു ചിക്കൻ ചില്ലി ഒന്ന് കഴിച്ച് നോക്കാം. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം കഴിക്കാനുള്ള ശേഷി ഈ ആമാശയത്തിലില്ല. എന്നാലും നമ്മളൊന്ന് നോക്കാം. ഒരു ചെറിയ പീസ്. ഓക്കെ, ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോഴവർ പറയാം, വേണ്ട, നിങ്ങളെ നമുക്ക് വിശ്വാസം, നിങ്ങൾ കൈ കൊണ്ടെടുത്തോ. ശരിയല്ല, എന്നാലും എവിടെയും സ്പർശിക്കാതെ നമ്മൾ ഒരു ചിക്കൻ എടുത്തു നോക്കട്ടെ. ഈ നമ്മളെ ഫുഡ് ആൻഡ് മൂവി പ്രേക്ഷകർക്ക് ഒരു വിമർശനമുണ്ട് ഈ ആളെക്കുറിച്ച്. എന്താ പറഞ്ഞാൽ, എല്ലായിടത്തും പോയി നല്ലത് മാത്രം പറയുന്നു. അല്ല, അങ്ങനെയില്ല. നല്ലത് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മൊരിഞ്ഞ് നല്ല ഒരു മൊരിഞ്ഞിട്ടായിട്ട് വരും. ഓക്കെ, അത് മറ്റേ ബിരിയാണി കഴിച്ചില്ല. പക്ഷേ എല്ലാവരും ബിരിയാണി കഴിക്കുന്നവരുടെ പ്രതികരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ബിരിയാണി സൂപ്പർ ബിരിയാണി. ഞായറാഴ്ച ഒരു ഒഴിവ് ദിനമാണ് തിരുപ്പൂർ. പ്രത്യേകിച്ച് ബാക്കിയുള്ള 6 ദിവസങ്ങളും അവർ വലിയൊരു ജോലി എടുത്തതിന് ശേഷം ഉള്ള ഒരു വിശ്രമ ദിവസം. അപ്പോൾ ചില ആളുകൾ അത് ആഘോഷിക്കുന്നു ഭക്ഷണത്തിലൂടെ, ചില ആളുകൾ വേറെ രീതിയിൽ ആഘോഷിക്കുന്നു. ഭക്ഷണം ഒരു ഭൂരിഭാഗത്തിൻ്റെ ഒരു ആഘോഷമാണല്ലോ ഒഴിവ് ദിനങ്ങൾ. വളയങ്കാട് തിരുപ്പൂർ അടുത്തുള്ള ഇമ്രാൻ ചിക്കൻ സ്റ്റാളിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. അതുവരേക്കും ബ്രേക്ക്.